ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ക്രിക്കറ്റ് ലീഗാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ഒരു പുതിയ ടീമിൽ കയറിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് എൻ്റെ ടീം. ഇന്നത്തെ ഞാനിപ്പം 84,000-ഓളത്തോളം പൈസ ഇപ്പോൾ ഞാൻ കളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പം ഞാനിനി കുറച്ച് മാച്ചൊക്കെ കളിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കാനാണ് ഗൈസ് ഇന്നത്തെ എൻ്റെ ടാർഗറ്റ്. അപ്പോൾ നമുക്ക് ദുബായ് കളിക്കാം ഗൈസ്. ദുബായ് കളിച്ച് നമുക്ക് ഇച്ചിരി പൈസ ആക്കാം. പരസ്യം ഒന്ന് കാര്യട്ടെ ഗൈസ്. പരസ്യമുണ്ടല്ലോ ഗൈസ്. അപ്പം നമ്മുടെ ഗെയിം ഇവിടെ സ്റ്റാർട്ട് ആവാറായിട്ടുണ്ട്. കളി തുടങ്ങി ഗൈസ്. ശബ്ദം കുറഞ്ഞിട്ട് ശരി ഗൈസ്. നമ്മൾ ഫസ്റ്റ് ബോളിങ്ങാണ്. നമുക്ക് ഫസ്റ്റ് ബോളിങ് ചെയ്യണം. അപ്പോൾ നമുക്ക് ജെയിംസിനെ വെച്ച് ഇപ്പുറത്തിറങ്ങി നോക്കാം. അവരത് അടിക്കാൻ അറിയാമെങ്കിൽ നമുക്ക് സുഖ്ദീപിനെ നോക്കാം. ചിലപ്പോൾ അടിക്കാൻ സാധ്യതയുണ്ട് ഗൈസ്. അവൻ അടിക്കാൻ അറിയാം ഗൈസ്. അപ്പോൾ നമുക്ക് സുഖ്ദീപിൻ്റെ ടോപ്പ് സ്പിന്നില്ലേ, അതൊന്ന് ട്രൈ ചെയ്യാം. അതും വർക്കായില്ലെങ്കിൽ നമുക്ക് വേറെ വല്ല നോക്കാം. ഗൈസ്, അത് വർക്കായി ഗൈസ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടൊന്ന് ആക്കിയിട്ട് സ്ലോയിലൊന്ന് ടോപ്പ് സ്പിൻ ഇറങ്ങി നോക്കാം. അതവനപ്പോൾ എങ്ങനെ അടിക്കുന്നത് നോക്കാമല്ലോ. ഗൈസ്, അവൻ 4 അടിച്ചു. അപ്പം നമുക്ക് ഇനി സുഖ്ദീപിനെ വെച്ച് വരുന്ന നോക്കാം. അവനപ്പം എങ്ങനെ അടിക്കുന്നത് നോക്കാമല്ലോ. ഇപ്പോഴത്തെ സൈഡ് ചെറിയതായിരിക്കും ഗൈസ് നല്ലത്. അവന് ഹെൽപ്പറെ സുഖ്ദീപിനെ അടിക്കാൻ അറിയത്തുള്ളതായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് സുഖ്ദീപിനെ തന്നെ നോക്കാം. അയ്യോ ഗൈസ്, അവൻ നല്ലോണം അടിക്കാൻ അറിയാം. അപ്പോൾ നമുക്ക് വീണ്ടും ഇവനെ ടോപ്പ് സ്പിൻ അറിയാം. നല്ല സ്പീഡിൽ വെച്ചറിയാം. അവന് മനസ്സിലായ ടോപ്പ് സ്പിന്നാണ്. അതുകൊണ്ട് അവൻ അങ്ങോട്ട് നീങ്ങി. വൈഡ് പോയി ഗൈസ്. നമുക്ക് ഇങ്ങോട്ട് വെച്ചെറിഞ്ഞിട്ട് നമുക്ക് ഓഫിലോട്ട് അത് അറിയാം. എന്തായാലും അവൻ അടിക്കത്തില്ല ഗൈസ്. അവനത് മിസ് ചെയ്തു. അവൻ 17 റണ്ണേ ഉള്ളു ആകെ ഗൈസ്. അവന് നമുക്ക് ഒന്നും കൂടെ അത് തന്നെ അറിയാം. ചിലപ്പോഴേ അവൻ അടിക്കാൻ സാധ്യതയുള്ളൂ ഗൈസ്. അയ്യോ ഗൈസ്, അവൻ 6 അടിച്ചു. അപ്പം നമ്മുടെ ബാറ്റിങ്ങാണ് ഇനിയും. അവൻ്റെ ബോളേഴ്സിനെല്ലാം നമുക്ക് അടിക്കാൻ അറിയാം. അതുകൊണ്ട് കുഴപ്പമില്ല. ഭാസ്കർ പിന്നെ നമുക്ക് അടിക്കാൻ അറിയാം. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഗൈസ്. നമുക്ക് ജയിക്കാൻ നോക്കാം. ഈ കളി ജയിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് ഗൈസ്. ഫസ്റ്റ് ബോൾ തന്നെ 6 അടിച്ചു ഗൈസ്. ഇത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങളെ ഈ ഗെയിമിനകത്തെ പേരെന്താണെന്ന് കമൻറ്റ് ചെയ്യുവായിരുന്നു. ഞാൻ ഫ്രണ്ടാക്കായിരുന്നു ഗൈസ് നിങ്ങളെ. അപ്പം അടുത്ത ഇവനാണ് ഇനി ബോൾ ചെയ്യുന്നത്. എനിക്ക് ഇവൻ്റെ ബോളിങ് അറിയത്തില്ല ഗൈസ്. ഗൈസ്, എനിക്ക് അവൻ്റെ ബോളിങ് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ്. ഇനി അവൻ്റെ ബോളിങ് വരുമ്പോൾ ഞാൻ ചെയ്യാം. ഇപ്പം എനിക്ക് അവൻ്റെ ബോളിങ് മനസ്സിലായി. അടുത്തവൻ്റെ ബോളിങ് അവൻ 6 അടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇച്ചിരി എണ്ണം കൂടെ മതി. 18, 20 ഒരു 2 6 കൂടെ അടിച്ചാൽ നമുക്ക് ജയിക്കാൻ പറ്റും ഗൈസ്. നമുക്ക് ഇങ്ങോട്ട് നീങ്ങാം. അവൻ്റെ ബോൾ അങ്ങോട്ടാണ് വരുന്നത്. വൈഡ് ഗൈസ്, അത് വൈഡ്. നമ്മളൊരു വൈഡ് എറിഞ്ഞപ്പോൾ അവനൊരു വൈഡ് എറിഞ്ഞു. അപ്പം നമുക്ക് ഈ ബോളും കൂടെ അടിക്കുവാണെങ്കിൽ നമ്മൾ പൊളിക്കും ഗൈസ്. അയ്യോ, ഞാൻ വിചാരിച്ചു ക്യാച്ച് പോയത് ഗൈസ്. അതുപോലൊക്കെ ആയിരുന്നു. 2 റൺ അല്ല 3 റണ്ണ് കിട്ടി. അപ്പം 22. ഒരു 6 അടിക്കുകയാണെങ്കിൽ 22 ആവും ഗൈസ്. അവൻ ഭാസ്കറിനെയാണ് എടുത്തത് ഗൈസ്. അപ്പോൾ നമുക്കിനി ഭാസ്കറിനെയും കൂടെ അടിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. നമ്മൾ 6 അടിച്ചു ഗൈസ്. ഇനി നമുക്ക് 2 റണ്ണും കൂടെ മതിയാവും ഗൈസ് നമുക്ക് ജയിക്കാം. ഈ ഒരു കളി കഴിഞ്ഞിട്ട് ഞാൻ നിർത്തുവാണ് ഗൈസ്. വേണ്ടേ, ഈ ഒരു ബോളും കൂടെ 6 അടിച്ചാൽ നമ്മൾ ജയിക്കും. ഗൈസ്, നമ്മൾ 6 അടിച്ച് നമ്മളങ്ങനെ ആ കളിയും കൂടെ ജയിച്ചിരിക്കും ഗൈസ്. നമുക്കങ്ങനെ ഇച്ചിരി പൈസയൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം നമ്മളിപ്പം എന്തോരം ആയെന്ന്. നമ്മുടെ ടീമിനകത്ത് ഇപ്പം എന്തോരം ആയെന്ന് നോക്കാം ഗൈസ്. ഇവിടെ ഭയങ്കര മഴയാണ് ഗൈസ്. നമ്മുടെ ടീമിനകത്ത് നമ്മളിപ്പോൾ 90,000 ആയി. നമ്മളിപ്പം ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് രാജേഷിൻ്റെ ഒരു ഇത് കിട്ടി. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ബൈ.